കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല ഏജൻസികളുടെയും അഭിപ്രായ സർവേകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്ന സർവേകളൊക്കെ തന്നെ UDFന് വ്യക്തമായ മേധാവിത്വം കേരളത്തിൽ ഉണ്ട് എന്നാണ് പ്രവചിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്തവണ UDF അധികാരത്തിലെത്തും എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് സർവേയിലൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. LDF സർക്കാരിനെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവിടെ LDFന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇതുവരെ പുറത്തുവന്ന അഭിപ്രായ സർവേകളൊക്കെ തന്നെ പറയുന്നത്. UDFന് മികച്ചൊരു വിജയമാണ് സർവേകളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. അത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലവും നമുക്ക് മുന്നിൽ കാണുന്നുണ്ട്. UDF അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ പുതിയ യാത്രയും ഒക്കെയായിട്ട് UDF മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് LDF നടത്തിയ 3 മേഖലാ ജാഥകളും ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഒരു സർവേ കൂടി പുറത്തു വരികയാണ്. അത് ടീം PSR എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവർ തൊട്ടു മുൻപ് ഒരു സർവേ നടത്തിയിരുന്നു. അതിലും UDFന് തന്നെയാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അവരുടെ രണ്ടാമത്തെ സർവേ പുറത്തു വരുമ്പോൾ, അതിന്റെ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDF നില കൂടുതൽ മെച്ചപ്പെടുത്തുന്നവർ കൂടുതൽ അവരുടെ ഗ്രാഫ് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അധികം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ ഒരു സർവേ ഏജൻസി നടത്തിയിരിക്കുന്നത്. 86,000-ലധികം സാമ്പിളുകൾ 140 മണ്ഡലങ്ങളിൽ നിന്നുമായിട്ട് ശേഖരിച്ച് അതിനെ വിശകലനം ചെയ്താണ് ഇത്തരം ഒരു സർവേ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫെബ്രുവരി 3 മുതൽ 16 വരെയുള്ള കാലയളവിലാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. അതായത് ഈ മാസം തന്നെയാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സർവേ തന്നെയാണ് അവർ നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സർവേ ഫലം അനുസരിച്ച് UDFന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 43% വോട്ടുകൾ ലഭിക്കുമെന്ന് സർവേ പറയുന്നു. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് 37% മാത്രമായിരിക്കും. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വോട്ട് ശതമാനം എന്ന് പറയുന്നത് 16.8 ആയിരിക്കും എന്നും ഈ സർവേ പറയുന്നുണ്ട്. നേരത്തെ അവര് ഒരു മാസം മുൻപ് പുറത്തുവിട്ട സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ UDFനും LDFനും ഏതാണ്ട് തുല്യ വോട്ട് ശതമാനം എന്ന് തരുന്നു അവരുടെ ഒരു കണക്ക്. 38 സംതിങ് ആണ് UDFനും LDFനും ലഭിക്കുന്നതിൽ ഒരു നേരിയ മുൻതൂക്കം LDFന് ഈ വോട്ട് ശതമാനത്തിൽ, വോട്ട് കണക്കിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. LDFനെ സംബന്ധിച്ച് ഏതാണ്ട് 1%-ലധികം അവരുടെ വോട്ട് ഈ കാലയളവിൽ അവർക്ക് ലഭിക്കാവുന്ന വോട്ടുകളിൽ കുറവ് വരുമ്പോൾ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 4%-ഓളം വോട്ടുകളുടെ ഒരു വർധനവ് ഈ രണ്ടാമത്തെ സർവേയിൽ ഉണ്ടായിരിക്കുന്നു. BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ആദ്യ സർവേയിൽ അവർക്ക് 20%-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് 16%-ലേക്ക് കുറഞ്ഞിരിക്കുന്നത്. 3.5%-ലധികം വോട്ടുകളുടെ ഒരു കുറവ് അവർക്കുണ്ടാകും എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് UDFനോട് കൂടുതൽ ജനങ്ങൾ അടുത്തിരിക്കുന്നതാണ് ഈ സർവേയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള വിഷയങ്ങളിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ പുറത്തു വന്നു കഴിയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഈ സർവേ പറയുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഒരു വിജയം അത് വലിയൊരു ഇമ്പാക്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. UDFനെ ജനങ്ങൾ സ്വീകരിക്കാൻ ഒരു കാരണമായിട്ട് ആ ജാഥ മാറുന്നു. ആ ജാഥയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ജനപിന്തുണ, ജനകീയ യാത്രയായിട്ട് പുതുയുഗ യാത്ര മാറിയിരിക്കുന്നത് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതിൻ്റെ ഒരു സൂചനയാണ് ഈ പുതുയുഗ യാത്രയുടെ വിജയം. അതിനകത്ത് കാണുന്ന അഭൂതപൂർവമായ ജനപിന്തുണ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഇനിയിപ്പോൾ ഈ സർവേയിൽ പറയുന്നത് പോലെ ഈ വോട്ട് ശതമാനം അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് UDFന് വലിയൊരു മേൽക്കൈ നൽകുന്നുണ്ട്. UDF 77 മുതൽ 84 സീറ്റുകൾ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടും എന്നാണ് ഈ സർവേ പറയുന്നത്. LDFനെ സംബന്ധിച്ച് അവരുടെ സീറ്റ് എന്ന് പറയുന്നത് 54 മുതൽ 61 സീറ്റുകൾ വരെയാണ് LDFന് നേടാൻ സാധിക്കുക. NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകളും നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നേരത്തെ ഒരു മാസം മുൻപ് നടന്ന സർവേയിൽ പറയുന്നത് UDFനെ സംബന്ധിച്ച് 72 മുതൽ 77 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരുന്നത് എങ്കിൽ LDFന് 62 മുതൽ 68 സീറ്റുകൾ വരെയും പ്രവചിച്ചിരുന്നു. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഒരു മാസം മുൻപ് ഈ സർവേ പ്രവചിച്ചത് എങ്കിൽ ഒരു മാസം പിന്നിടുമ്പോൾ അത് അവിടെ നിന്നും വലിയ രീതിയിലൊരു മാറ്റം, കോൺഗ്രസിന്റെ UDFന്റെ ഒരു ക്ലിയർ മെജോറിറ്റിയിലേക്ക് UDF പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP NDA സംബന്ധിച്ച് അവർക്ക് ആദ്യ സർവേയിൽ 1 മുതൽ 3 സീറ്റുകൾ വരെയാണ്, പരമാവധി അവർക്ക് 3 സീറ്റുകൾ, ഏറ്റവും മിനിമം 1 സീറ്റ് അവർ വിജയിക്കാനുള്ള സാധ്യത എന്നതാണ് ഈ സർവേയിൽ പറയുന്നത്.
LDFനെ സംബന്ധിച്ച് അവർക്ക് ആദ്യ സർവേയിൽ അവർക്ക് ഏറ്റവും കുറവ് സീറ്റുകൾ 62 സീറ്റുകൾ നേടുമെന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ രണ്ടാമത്തെ സർവേയിലേക്ക് വരുമ്പോൾ അവർക്ക് മിനിമം ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം അത് 54ലേക്ക് കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. മാക്സിമം അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം 54 മുതൽ 61 വരെയാണ്. അതായത് വലിയ ഒരു കുറവ് സീറ്റുകളുടെ എണ്ണത്തിലും വോട്ട് ശതമാനത്തിലും അവർക്ക് വലിയ രീതിയിലൊരു കുറവ് LDFന് സംഭവിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിൽ LDFനോടുള്ള ഒരു ഇഷ്ടക്കേട് അത് തുറന്നു കാട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ LDFനോട് ജനങ്ങൾ ഒരു വെറുപ്പ് ഉണ്ടായിരിക്കുന്നു, ജനങ്ങൾക്കൊരു ഇഷ്ടക്കേട് ആ മുന്നണിയോട് ഭരണ സംവിധാനത്തോട് ഉണ്ടായിരിക്കുന്നു. ആ ജനങ്ങളുടെ ഒരു വികാരമാണ് രണ്ടാമത്തെ സർവേയിൽ പൂർണ്ണമായിട്ടും പ്രതിഫലിക്കുന്നത് എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. മറുവശത്ത് UDFനെ സംബന്ധിച്ച് അവർക്കൊരു ക്ലിയർ മെജോറിറ്റിയിലേക്ക് ആദ്യ സർവേയിൽ അവർക്ക് ഇഞ്ചോടിഞ്ച് ആയിരുന്നുവെങ്കിൽ ജസ്റ്റ് കേവല ഭൂരിപക്ഷം കടക്കുന്ന ഒരു റിസൾട്ട് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അവർക്ക് മിനിമം സീറ്റ് തന്നെ 77ലേക്ക് ഉയരുന്നുണ്ട്. മാക്സിമം സീറ്റ് അവർക്ക് 84-85. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഒരു നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സീറ്റുകളുടെ ഒരു മുൻതൂക്കം നോക്കുകയാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. 85 സീറ്റുകളിലാണ് UDFന് മുൻതൂക്കമുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഏജൻസിയുടെ സർവേയും പ്രവചിക്കുന്നത്. 77 മുതൽ 84 സീറ്റുകൾ വരെ UDFന് ലഭിക്കും എന്ന ഈ സർവേ പറയുന്നു. മലബാറിലും ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ മധ്യ കേരളത്തിലുമൊക്കെ UDFന്റെ കോട്ടകൊത്തളങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. മലപ്പുറം പോലെ അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ UDFന്റെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും എന്ന ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ മറ്റു പല ജില്ലകളിലും കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും പാലക്കാട് തൃശ്ശൂര് ഉള്ള ജില്ലകളിലൊക്കെ തന്നെ UDF വ്യക്തമായൊരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ മാത്രമാണ് LDFന് ഒരു മേൽക്കൈ ഉണ്ടാവുക എന്ന ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ജില്ലകളിലാകും UDFനേക്കാളും LDFന് ഒരു മേൽക്കൈ ഉണ്ടാകുക. അവിടെ കൂടി UDFന് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുകയാണെങ്കിൽ ഈ പറയുന്നത് 84 സീറ്റുകൾ എന്നത് UDF നിലവിൽ അവകാശപ്പെടുന്ന പോലെ 100 സീറ്റുകളിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സർവേയും UDFന്റെ ഒരു വിജയമാണ് സംസ്ഥാനത്ത് പ്രവചിക്കുന്നത്. നേരത്തെ NDTVയുടെ ഒരു സർവേ പുറത്തു വന്നു. അതിനകത്തും ഈ പറയുന്ന പോലെ UDFന്റെ ഒരു മേൽക്കൈയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത്. അതിനുശേഷം മറ്റൊരു സർവേയും പുറത്തു വന്നിട്ടുണ്ട്. അതിലും UDFന് വിജയമാണ് പ്രവചിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന സർവേകളിലൊക്കെ തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മേധാവിത്വമുണ്ട്. UDF വിജയിച്ച് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF അധികാരത്തിലേക്ക് എത്തും എന്ന ഒരു പ്രവചനമാണ് സർവേകളെല്ലാം തന്നെ നടത്തുന്നത്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്.